ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം ശുദ്ധീകലശം നടത്തിയ സംഭവത്തിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് വൈകിട്ട് ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം. കടുത്ത ജാതി വിവേചനം നേരിട്ടുവെന്ന് ഇന്നലെ രാജ്യസഭയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചത്. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിലെ രാംലീല മൈതാനത്ത് ഖാർഗെ പങ്കെടുത്ത കോൺഗ്രസ് റാലിക്ക് ശേഷം സംഘപരിവാർ സംഘടനയായ ശ്രീരാമസേനയാണ് ശുദ്ധീകലശം നടത്തിയത്. ആന്റണി ജിസ്റ്റോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്നാലും താൻ ജാതി അധിക്ഷേപം നേരിട്ടു എന്ന് പറഞ്ഞത് വികാരധീനനായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ രാജ്യസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ BJP തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് കോൺഗ്രസ്. ജില്ലാ കേന്ദ്രങ്ങളിൽ അടക്കം പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരുങ്ങുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ രാജ്യസഭയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ രാംലീല മൈതാനിയിൽ കോൺഗ്രസിന്റെ ഒരു റാലി നടന്നിരുന്നു. ആ റാലി നടന്നതിന് ശേഷം 10-ാം തീയതി ഈ സംഘപരിവാർ സംഘടനകളായ ശ്രീരാമസേനയുടെ നേതൃത്വത്തിൽ ഗംഗാജലം ഒഴിച്ചുകൊണ്ട് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദി ശുദ്ധികലശം നടത്തി എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ വളരെ വികാരാധീനനായി സഭയിൽ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ദളിതർ തുടക്കം മുതൽ രാജ്യത്ത് വിവേചനം നേരിടുന്നു എന്നുള്ള കാര്യം ആവർത്തിച്ചു പറഞ്ഞതാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. മതത്തിന്റെ പേരിൽ എല്ലാവരെയും ഈ സംഘപരിവാറും BJPയും ഭിന്നിപ്പിക്കുകയാണ്. അവിടെ ഒരു ശുദ്ധീകരണം നടത്തുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നതടക്കം മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും കോൺഗ്രസിന്റെ പ്രതിഷേധം. വൈകിട്ടാണ് പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത്. ഇന്നലെ ശക്തമായി തന്നെ വിഷയം ഉന്നയിക്കുകയും ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ. ഏതായാലും BJPയും ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തുമെന്ന് BJPയുടെ നേതാവും മന്ത്രിയുമായ JP നദ്ദ ഇന്നലെ രാജ്യസഭയെ അറിയിച്ചിരുന്നു. അന്വേഷണത്തിന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും BJP ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ BJPക്ക് പങ്കില്ല, ശ്രീരാമസേനയുമായി BJPക്ക് ബന്ധമില്ല. ഏതെങ്കിലും ആളുകൾ BJPയുമായി ബന്ധപ്പെട്ടവർ ഈ സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂടി JP നദ്ദ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ BJPയുടെ പരിശോധന നടക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായി വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. ശരി, ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.